ഉണ്ടാക്കാൻ പോണത് ഒരു ബുക്കാണ്, സ്ക്വിഷി ബുക്ക്. അപ്പോൾ അത് ഇതേപോലത്തെ 2 കളർ. അപ്പോൾ ഇന്ന് നമ്മൾ ബ്ലൂ കളർ സ്ക്വിഷി ബുക്കാണ് ഉണ്ടാക്കാൻ പോണത്. ബാ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ പേപ്പർ എടുത്ത് ഇനി നമുക്കിത് മടക്കിയിട്ട് പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് പേപ്പർ എടുത്തിട്ട് അത് മടക്കണം. ഒരു എക്സ്ട്രാ പേപ്പർ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. സ്ക്വിഷി നമ്മൾ ഇങ്ങനെ A4 സൈസ് പേപ്പർ വേണമെങ്കിൽ A4 സൈസ് എടുക്കാം. ബട്ട് എനിക്കിപ്പോൾ കുഞ്ഞ് പേപ്പർ എടുത്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് കിട്ടിയത്. നിങ്ങൾക്കിത് വെട്ടിയിട്ട് കുഞ്ഞതാക്കിയെങ്കിൽ കുഞ്ഞതാക്കാം കേട്ടോ. ഇതേ ഇങ്ങനെ ഓരോ പീസ് നിങ്ങൾ മാറ്റിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ മടക്കിയിട്ട് കത്തിരിക്ക എടുത്തിട്ട് ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം. ഓക്കെ. കത്തിരിക്ക എടുക്കുമ്പോൾ കൈ മുറിയാതെ നോക്കണേ. എന്നിട്ട് നമ്മൾക്ക് ഇങ്ങനെ ഒരു കുഞ്ഞ് ബുക്ക് പോലെ കിട്ടും. അത് അവിടെ വെച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് പേപ്പർ എടുത്തിട്ട് ഒരു ഡ്രോയിങ് വരച്ചു കൊടുക്കുക. ഞാൻ ഇനി പോയി ഡ്രോയിങ് വരച്ചിട്ട് വരാം. എന്നിട്ട് നമ്മൾ ക്യാറ്റിൻ്റെ താഴത്തെ ഭാഗത്ത് ഒരു ടാപ്പ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കും. അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് ഒരു 4-3 പീസൊക്കെ നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. വേണ്ടി കട്ട് ചെയ്തിട്ട് ടാപ്പ് ഒട്ടിച്ച് കൊടുക്കണം. എനിക്ക് ബോക്സ് ഉണ്ടാക്കാനാ. ഡബിൾ സൈഡ് ടാപ്പ് എടുത്തിട്ട് ഒരു ഇത്തിരി വെട്ടി കൊടുക്കാം. വെട്ടി കൊടുത്തിട്ട് ആ പാകം ഒന്ന് ഇവിടെ വെച്ചിട്ട് നമ്മൾ ഈ സ്ക്വിഷി ഉണ്ടാക്കിയത് ആ പേജിൽ നിന്ന് ഒരിത്തിരി വെട്ടി കൊടുക്കാം. എന്നിട്ട് നമ്മൾ അതിലൊന്ന് ഈ ഒട്ടിച്ചു കൊടുത്തിട്ട് പീൽ ചെയ്ത് കൊടുക്കാം. പീൽ ചെയ്യണതിന് മുമ്പ് നമ്മൾ ഒട്ടിച്ചത് ഒന്ന് യെല്ലോ കളറാക്കി കൊടുത്ത ഈ ഒരു ബെൽറ്റ് യെല്ലോ കളറാക്കി. ലോഗ് ബുക്കാണ് ഞാനിപ്പോൾ ഇവിടെ ഉണ്ട്. ഇത് നമ്മൾ ഒരിത്തിരി ടാപ്പും എടുത്തിട്ട് ടാപ്പ് എടുത്തിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒട്ടിക്കാം നമുക്ക്. നമ്മൾ ഇത് ഇങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കിട്ടും നമുക്ക്. ഇനി നമ്മൾ ഇത് പീൽ ഓഫ് ചെയ്തിട്ട് ക്യാറ്റിനെ ഒട്ടിച്ചു കൊടുക്കാം. ഇതേ
സ്ക്വിഷി ബുക്ക് റെഡി. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ചെയ്തു കൊടുക്കാം. ഇനി നമുക്ക് വേറെ ഡാർക്ക് യെല്ലോ ലൈറ്റ് യെല്ലോ ഏതെങ്കിലും ഒരു യെല്ലോ എടുത്തിട്ട് നമുക്ക് ഒന്ന് ഇങ്ങനെ കുറച്ച് കളർ ചെയ്ത് കൊടുക്കണേ. യെല്ലോ ആയതുകൊണ്ട് യെല്ലോ കളർ ചെയ്യുമ്പോൾ ഒരു ഇത്ര ഡാർക്കായി കളർ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഒരു പിങ്ക് പെൻ വെച്ചിട്ട് ക്യൂട്ട് എന്ന് എഴുതണ്ടേ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ സ്ക്വിഷി ബുക്ക് ഉണ്ടാക്കാൻ. ഇനി നമുക്ക് എൻ്റെ സ്ക്വിഷി ബുക്ക് റെഡിയായി. കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെ തുറക്കാം. ഇത് കണ്ടോ, ഒത്തിരി പേജൊക്കെ ഉള്ള ഒരു സ്ക്വിഷി ബുക്ക്. അപ്പോൾ ഇതേപോലെ തന്നെ ഇപ്പം എനിക്ക് 3 സ്ക്വിഷി ബുക്കായി.